അല്ല, എന്താ നിയമസഭയിലത്തെ അവസ്ഥ? ഗദർധാരികളെ കൊണ്ട് നിയമസഭ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ എൻ്റെ മുമ്പിലേക്ക് എത്തി. ചേട്ടാ, ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നേ ഒരാള്. പറയാനുണ്ടല്ലോ, അതിനെ പറ്റിയിട്ടല്ല നമുക്ക് പറയാനുള്ളത്. എന്തായാലും നമുക്ക് വീഡിയോ കാണാൻ കേട്ടോ. നമ്മുടെ നിയമസഭയത്തെ ഒരു ചിത്രമാണ് ഈ ഒരു വീഡിയോ. ന്യൂസ് മലയാളം എഴുതിയിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗദർധാരികളെ കൊണ്ട് നിറഞ്ഞ നിയമസഭ. മന്ത്രിമാർക്കും MLA-മാർക്കും ഒപ്പം എത്തുന്നത് നൂറുകണക്കിന് UDF പ്രവർത്തകരും നേതാക്കളും. LDF സർക്കാരിന്റെ കാലത്ത് പ്രവേശനത്തിന് നിയന്ത്രണമുണ്ടായിരുന്നു. സഭയിൽ വീഡിയോ ചിത്രീകരണത്തിന് നിയന്ത്രണമുണ്ടെങ്കിലും നിലവിൽ ഇത് ലംഘിക്കപ്പെടുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു കളി കളിക്കുന്നുണ്ട് നമ്മുടെ നിയമസഭയിൽ നടത്താം. PR വർക്ക് അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ എന്നൊക്കെ പറയേണ്ടി വരും. ഓരോരോ നേതാക്കന്മാരുടെയും പ്രത്യേക തരത്തിലുള്ള ചേഷ്ടകളൊക്കെ കിട്ടും. നമ്മൾ ഈ രേണു സുധി, അലിൻ ജോസ് പരേര എന്നീ ആൾക്കാരെ പിന്നാലെയാണ് ഈ റീൽ ഉണ്ടാക്കിയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ചില ചാനലുകളൊക്കെ നടക്കുന്നത്. ഈ പരിപാടി അവിടുന്ന് ഇപ്പോൾ നമ്മുടെ നിയമസഭയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി VD സതീശൻ മേനോന്റെ ആംഗ്യങ്ങൾ, ചലനങ്ങൾ, ഇവർക്ക് എന്താണ് ഇവർ കാര്യമാത്ര പ്രസക്തമായിട്ട് ഇവർ പറയുന്നു എന്നൊന്നും കേൾക്കണ്ട. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ക്യാപ്ഷൻ ഉണ്ടായിരിക്കുക: VD സതീശൻ എത്ര സാധാരണക്കാരനെ പോലെയാണ് ചായ കുടിക്കുന്നത്. VD സതീശൻ കസേരയിൽ ഇരിക്കുന്നത് കണ്ടോ? VD സതീശൻ എഴുന്നേൽക്കുന്നത് കണ്ടോ? എന്നൊക്കെ രീതിയിലുള്ള പോസ്റ്റുകളും വീഡിയോസുകളായിരിക്കും എത്തിയിരിക്കുക. പക്ഷേ ഇതിനൊരു വലിയ പ്രശ്നമുണ്ട്. ചില ആളുകളൊക്കെ പറയും, താനിപ്പോൾ എന്തായാലും നെഗറ്റീവ് പറയാനായിട്ട് വരിക. ഞാൻ നെഗറ്റീവ് പറയാൻ വന്നല്ല, വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. എന്തിനാണ് നിയമസഭയിലേക്ക് ഈ മന്ത്രിമാരെയും കാണാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകൾ അവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഒരു സംശയവും വേണ്ട, തങ്ങളുടെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നടത്തി തീർത്ത് തരാൻ വേണ്ടിയിട്ടാണ്. നല്ല കാര്യമല്ലേ? എല്ലാവരും വിചാരിക്കും നല്ല കാര്യം. രണ്ടാമതായിട്ട് പറയുന്നത്, പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ ഇവിടേക്ക് ആക്സസ് ഉണ്ടായിരുന്നില്ല, ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. ഇങ്ങനെ ആളുകൾ മുഴുവൻ അവിടെ കൂടി നിൽക്കുന്ന ഏർപ്പാട് ഉണ്ടായിരുന്നില്ല. അത് ശരിയല്ല എന്നതിൻ്റെ ഭാഗമായിട്ട് അത് ഒഴിവാക്കിയിരിക്കുന്നു. ഇപ്പൊ അവിടെ ആളുകൾ തിങ്ങിക്കൂടിയിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ആ ദൃശ്യത്തിൽ കാണാൻ സാധിക്കും എന്തോരം ആളുകളാണ് ആ നിയമസഭയിൽ വന്ന് കുത്തിയിരിക്കുന്നത് എന്ന്, മന്ത്രിമാരെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം, അല്ലയോ? അത്യാവശ്യം ആളുകൾ ഇതിലിങ്ങനെ വന്നു നിൽക്കുന്നുണ്ട്. ഇവരെല്ലാം ഓരോരോ മന്ത്രിമാരെ കാണാൻ വന്ന നേതാക്കന്മാരുണ്ട്, അവരവരുടെ കാര്യങ്ങൾ തീർപ്പാക്കാൻ വേണ്ടി വന്ന ആൾക്കാരുണ്ട്. അതേസമയം തന്നെ മറ്റു ചിലർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി വന്ന ആൾക്കാരുണ്ട്, നേതാക്കന്മാരുണ്ട്. ചുമ്മാ ഗദറിട്ടിട്ട് ചിലപ്പോൾ അവിടെ എന്താ പറയുക നടക്കുന്ന ഈ UDF പ്രവർത്തകരുണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ള ആളുകളാണ് അവിടെ ഉള്ളത് എന്നർത്ഥം. ഇങ്ങനെ ആളുകൾ അവിടേക്ക് എത്തുന്നത് അവരവരെ കാര്യം തീർക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്തിനാണ് നമുക്കൊരു സിസ്റ്റം എന്നുള്ളതാണ് ഇതിന് പുറകിൽ ഒരു ചോദ്യം. ഒരേ സമയം തന്നെ മാധ്യമപ്രവർത്തകരൊക്കെ പറയുന്നത് ഇത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്നുള്ളതാണ്. ശരിയാണ്, ജനാധിപത്യത്തിന്റെ അതിഗംഭീരമായിട്ടുള്ള സൗന്ദര്യം അവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നും വേണ്ട. ഞാനതിന് വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞു കേട്ടോ. ഇനി ഞാനിങ്ങനെ പറയുമ്പോഴേ നിങ്ങൾക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ടൊക്കെ തോന്നും. ഒന്ന്, ജനാധിപത്യത്തിലുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ആളുകൾ അവിടേക്ക് വരുന്നത്. കാരണം ഭരണസിരാ കേന്ദ്രമാണ് സെക്രട്ടേറിയറ്റ്, അല്ലേ? അങ്ങനെയുള്ള ആ ഒരു ഭരണസിരാ കേന്ദ്രത്തിലേക്ക് നേരിട്ട് എത്തിയിട്ട് തങ്ങളുടെ കാര്യങ്ങൾ അവിടുന്ന് തന്നെ ആൾക്കാരെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ട് കാര്യങ്ങളെല്ലാം തീരുമാനാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ എത്തുന്നത്. ഒപ്പം തന്നെ ഇതിനൊരു കേന്ദ്രീകരണ ഭരണ സംവിധാന രീതിയാണ് നമുക്കുള്ളത്. എല്ലാ തീരുമാനങ്ങളും ഉത്തരവുകളും ഒരു കേന്ദ്രത്തിൽ നിന്നാണ് വരിക, അല്ലേ? നമ്മളിവിടെ എന്തെങ്കിലും അപേക്ഷ കൊടുത്തു കഴിഞ്ഞാലും അത് മുകളിൽ നിന്നിങ്ങനെ നമ്മൾ മുമ്പിക്ക് വരണം. ആനുകൂല്യങ്ങളും എന്തായാലും അത് അനുവദിച്ച് കിട്ടേണ്ടത് മുകളിൽ നിന്നാണ്. അപ്പോൾ ഈ മുകളിൽ നിന്ന് ഈ സാധനം അനുവദിച്ച് കിട്ടണമെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരുടെയോ മന്ത്രിമാരുടെയോ നേരിട്ടുള്ള ഇടപെടൽ വേണ്ടി വരും എന്നുള്ളതാണ്. അങ്ങനെ ഈ മന്ത്രിമാരോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരോ നേരിട്ട് ഇടപെട്ടാൽ മാത്രമാണ്
ഒരു കാര്യം ഇനി നടക്കുകയുള്ളൂ എന്നാണ് ഇവർ ചിന്തിക്കുന്നെങ്കിൽ അത് ഭരണത്തിന്റെ പോരായ്മയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ പഞ്ചായത്തിലെ മറ്റൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് നീങ്ങണമെങ്കിൽ ഏതെങ്കിലും MLA-മാരെയോ അല്ലെങ്കിൽ മന്ത്രിമാരെയോ കാണുക തന്നെ വേണം. അല്ലാതെ ഒരു കാര്യം നടക്കില്ല ഇനി കേരളത്തിൽ എന്നാണ് ഇത് തെളിയിക്കുന്നത് എങ്കിൽ അത് അപകടകരമായ കാര്യമല്ലേ? മനസ്സിലായോ? അപ്പൊ ഈ ഒരു ആൾക്കൂട്ടം അത്ര പോസിറ്റീവ് ആണോ? പോസിറ്റീവ് അല്ല. കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് ഇവിടേക്ക് ആളുകൾ കൂടുന്നത്? പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം തകരുമ്പോഴാണ്. നമുക്കൊരു സിസ്റ്റം ഉണ്ട് അല്ലേ? പഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്, ഇങ്ങനെ നമുക്കൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിലെല്ലാം ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഈ ഉദ്യോഗസ്ഥന്മാർ നേരം പോലെ പണിയെടുക്കുന്നില്ല എങ്കിൽ നമുക്ക് നേരിട്ട് മന്ത്രിമാരെ കാണേണ്ടി വരും അല്ലേ? പക്ഷെ ഇവർ അധികാരത്തിൽ കയറിയ നിമിഷം തന്നെ ഈ സെക്രട്ടേറിയറ്റിലെ ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുന്ന അവസ്ഥയുണ്ട് എങ്കിൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല എന്നാണോ ഇതിന്റെ അർത്ഥം? ഉദ്യോഗസ്ഥന്മാരെല്ലാം ഭയങ്കര ഹാപ്പിയാണ് എന്നാണോ ഇതിന്റെ അർത്ഥം? അങ്ങനെയാണെങ്കിൽ നമ്മുടെ വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസ്, കളക്ടറേറ്റ് അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞ സാധനങ്ങൾ, ഇതിലൊക്കെ താഴെ തട്ടിൽ വെച്ച് തന്നെ തീർപ്പാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. മന്ത്രി ഒന്നും ഇടപെടേണ്ടേ വരാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. ഇത്തരം കാര്യങ്ങൾ അവിടുന്ന് ഒരിക്കലും തീരുമാനം കിട്ടാത്തത് കൊണ്ടായിരിക്കാം നേരിട്ടിട്ട് സെക്രട്ടറിക്ക് മന്ത്രിമാരെയും കാണാൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ആ മന്ത്രിയുടെ, അത് ആ ഒരു MLA-യുടെ, ആ ഒരു പ്രദേശം ഭരിക്കുന്ന MLA-യുടെയോ മന്ത്രിയുടെയോ പരാജയമല്ലേ? അങ്ങനെയല്ലേ അതിനെ കാണേണ്ടത്? എൻ്റെ സംശയമാണ്. ചിലപ്പോൾ നിങ്ങൾ പറയും, എടാ നീ ഒരു കൊങ്ങി വർത്തനം പറയാണെന്ന് പറയും. പക്ഷെ നിങ്ങൾ അതൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ സിസ്റ്റം തകരാറിലാവുമ്പോഴല്ലേ ആളുകൾ കൂടുന്നത്? കഴിഞ്ഞിട്ടില്ല. വേണമെങ്കിൽ ഇത് അവരുടെ അവകാശങ്ങളെ കുറിച്ചുള്ള ബോധ്യത്തിന്റെ ഭാഗമായിട്ട് ആളുകൾ വന്നു എന്നൊക്കെ പറയാം. പക്ഷെ എന്നാലും ചുരുക്കത്തില് നമ്മുടെ ചുവപ്പ് നാടെന്നൊക്കെ പറയും, റെഡ് ടാപ്പ്. ഈ റെഡ് ടാപ്പിൽ കുടുങ്ങിക്കിടക്കുകയാണ് നമ്മുടെ പല തീരുമാനങ്ങളും. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ ഒരിക്കൽ പറഞ്ഞായിരുന്നു, നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്ന ഓരോ ഫയലും ഓരോ ജീവിതങ്ങളാണ്, ആ ജീവിതത്തെ നിങ്ങൾ നശിപ്പിക്കരുത് എന്ന് ഉദ്യോഗസ്ഥ വൃന്ദന്മാരോട് പറഞ്ഞിരുന്നു. ആ ഒരു റെഡ് ടാപ്പ്, അതാ ഒരു ചുവപ്പ് നാടാ ഭരണത്തിലേക്ക് വീണ്ടും നമ്മുടെ നാട് എത്തുകയാണ് എന്നതാണ് ഇത് ആശ്രയത്തെയും പ്രതീക്ഷയും മാത്രമല്ല, അപ്പുറത്ത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചുവപ്പ് നാട ഭരണപരമായ കാലതാമസങ്ങള് കൂടുതൽ ഉണ്ടാകുമെന്നുള്ള ബോധ്യത്തിന്റെ ഭാഗമായിട്ട് ആളുകൾ വരുന്നതാണോ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ആൾക്കൂട്ടം അത്ര പോസിറ്റീവ് അല്ല. ഓക്കെ, ഒരിക്കലും അത്ര പോസിറ്റീവ് അല്ല ഒരാൾക്കൂട്ടവും. ഈ ആളുകളെല്ലാം കൂടിയിരിക്കുന്നത് അവരവരുടെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നടപ്പിലാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സ്വജനപ്രേമം വരും, സ്വന്തം ആൾക്കാരെ തിരികെ കയറ്റുന്ന പരിപാടികൾ വരും. ചിലപ്പോൾ നിങ്ങൾക്ക് ഞാനിങ്ങനെ പറയുമ്പോൾ സംശയം ഉണ്ടായിരിക്കും, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? സ്വന്തം ആൾക്കാരെ തിരികെ കയറ്റുന്ന ഏർപ്പാടുകളൊക്കെ ഉണ്ടാവുമോ? ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിൽ ഫോട്ടോ കാണാം. ബൈ. അയ്യോ, ഞാൻ ഈ പറഞ്ഞതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കഴിയുമെങ്കിൽ എഴുതിയേക്കണേ. Bye.